നമ്മളിവിടെ ആദ്യം ഗുരു പരമ്പരകളെ സ്തുതിക്കും, പിന്നീട് ഗണപതി സ്മരണ ചെയ്യും, അതിനുശേഷം സരസ്വതി ദേവിയുടെ രൂപത്തെ ഭാവന ചെയ്യും, അതിനുശേഷം ആ സരസ്വതി ദേവിയെ സ്തുതിക്കും. ഉറക്കെ ജപിക്കണം, എല്ലാവരും ഉറക്കെ ജപിക്കണം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ശക്തിം ശിഷ്യപ്രബോധിനിം ഗ്രന്ഥകർതൃത്വശക്തിം ച സുശിഷ്യം സുപ്രതിഷ്ഠിതം. ഇപ്പൊ ചൊല്ലിയ വരിയില്, രണ്ടാമത്തെ വരിയില് ഒരു ചെറിയ തെറ്റുണ്ട്. സുശിഷ്യം, ശ എന്നുള്ള അക്ഷരമാണ് അവിടെ വേണ്ടത്. സുശിഷ്യം. പ്രതിഭാം സൽസഭായാം ച വിചാരക്ഷമതാം ശുഭാം ലുപ്തം സർവം ദൈവയോഗാൻ നവീഭൂതം പുനഃ കുരു യഥാംഗുരം ഭസ്മനിച കരോതി ദേവതാ പുനഃ. ബ്രഹ്മസ്വരൂപാ പരമാ ജ്യോതിരൂപാ സനാതനി സർവവിദ്യാധിദേവീയ തസ്യൈവാണ്യേ നമോ നമഃ. വിസർഗബിന്ദുമാത്രാസു യദധിഷ്ഠാനമേവ ച തദധിഷ്ഠാത്രി യാ ദേവി തസ്യൈ നിത്യൈ നമോ നമഃ. വ്യാഖ്യാ സ്വരൂപാ സാ ദേവി രൂപായ തസ്യൈ ദേവ്യൈ നമോ നമഃ. സ്മൃതിശക്തി ജ്ഞാനശക്തി ബുദ്ധിശക്തി സ്വരൂപിണി പ്രതിഭാകൽപനാശക്തിർ യാ ച തസ്യൈ നമോ നമഃ. ഇനി നിങ്ങൾ മിടുക്കന്മാരും മിടുക്കിമാരും തനിയെ ഉറക്കെ ജപിക്കുക. തുടങ്ങിത്തരാം, പിന്നെ ഓരോന്നും ചൊല്ലിത്തരാൻ നിൽക്കണ്ട. തുടർന്ന് എല്ലാവരും ഉറക്കെ ഒപ്പം വായിച്ചു പോകണം. ഒരാൾ പതുക്കെ ഒരാൾ വേഗത്തിലും ആവരുത്. തുടങ്ങിത്തരാം, ഒന്നിച്ച് ചൊല്ലിപ്പോവുക. സമ്മതിച്ചു? നിവർന്നിരിക്കൂ, തുടങ്ങിക്കോളൂ. സദാശിവസമാരംഭ അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഏകദന്തം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതിം സുസ്മിതാം സുമനോഹരാം കോടിചന്ദ്ര